ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ കുപ്പിക്കുള്ളിലെ അതോ ലോകം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ക്വാണ്ടം മെക്കാനിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് ഡെറിവേഷൻസ് ആയിട്ടാണ്. ഒന്നുമില്ല, ബട്ട് സിമ്പിളാണ്, ബട്ട് നമുക്ക് 8 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും പഠിച്ചോ. ഷ്രോഡിംഗർ ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് നോക്കാം, എന്നിട്ട് ഇൻഡിപെൻഡൻറ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഷ്രോഡിംഗറിന് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളൂ. പണ്ട് എനിക്കുള്ള ഡൗട്ടായിരുന്നു ഈ 2 ഡോട്ട് വെറുതെ തമാശയ്ക്ക് ഇടുന്നതാണോ അല്ലെങ്കിൽ ഡിസൈന് വേണ്ടിയിട്ടാണോ. സത്യം പറഞ്ഞാൽ ഇത് അവർ ഗ്രീക്ക് വേർഡിൽ എന്തോ സിംബലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇട്ടേക്കാണ്. അപ്പോൾ എല്ലാവരും ഷ്രോഡിംഗറിന് എഴുതുമ്പോൾ അത് ഇടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡെറിവേഷൻ തുടങ്ങുമ്പോൾ എപ്പോഴും ഒരു ഡെഫിനിഷൻ ആദ്യം കൊടുക്കണം, അതിനൊരു എക്സ്പ്ലനേഷൻ, എന്നിട്ട് നമ്മളതിനെ ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഡെറിവേഷൻ തുടങ്ങാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ ആ ഡെറിവേഷൻ ഉള്ളത്. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ എഴുതണം, എ പാർട്ടിക്കിൾ ഇൻ മോഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ വേവ് ഫംഗ്ഷൻ ദാറ്റ് കണ്ടെയ്നിങ് ഇൻഫോർമേഷൻ റിഗാർഡിങ് ദ മോഷൻ. ഒന്നുമില്ല, നമ്മൾ പഠിക്കാൻ പോകുന്ന ആ വേവ് ഫംഗ്ഷനിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ടാവും, ആ പാർട്ടിക്കിളിൻ്റെ മോഷനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ് അതിലുണ്ടാവും. അതാണ് അത് പറയുന്നത്, അത്രേ ഉള്ളൂ. എ പാർട്ടിക്കിൾ ഇൻ മോഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ വേവ് ഫംഗ്ഷൻ ദാറ്റ് കണ്ടെയ്നിങ് ഇൻഫോർമേഷൻ റിഗാർഡിങ് ദ മോഷൻ. എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് എലോങ് എക്സ് ഡയറക്ഷൻ. അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നത്. സൈ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു ഐ ഇൻറ്റു കെ എസ് മൈനസ് ഒമേഗ ടി. നമ്മൾ ഐൻസ്റ്റൈൻസ് ഫോട്ടോൺ എനർജിയുടെ ഫോർമുല ഇ ഈക്വൽ ടു എച്ചിന് നമുക്കറിയാം. അപ്പോൾ ഈ ന്യൂ ഈക്വൽ ടു നമ്മൾ ഫ്രീക്വൻസിക്ക് വേറെ ഇക്വേഷൻ ഉണ്ട്, ഒമേഗ ബൈ 2π. ടി ഈക്വൽ ടു 2π ബൈ ഒമേഗ ആണെന്ന് ഫ്രീക്വൻസി എന്ന് തരാം, ഒമേഗ ബൈ 2π അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇ ഈക്വൽ ടു ഒമേഗ ബൈ 2π എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ എച്ച് ബൈ 2π എന്നുള്ള ഈ ടേമിനെ നമുക്ക് എച്ച് ക്രോസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, എച്ച് ബൈ 2π എന്നുള്ള ഈ ടേമിനെ നമുക്ക് എച്ച് ക്രോസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഈ ടേം ഇങ്ങനെ മാറും, ഇ ഈക്വൽ ടു എച്ച് ക്രോസ് ഒമേഗ എന്നാവും. അത് നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാൻ പറ്റും, ഇ ബൈ എച്ച് ക്രോസ്. നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് ഈ ഇക്വേഷനുണ്ടല്ലോ, അതിൽ ഒമേഗേനെയും കെനെയും വേറെ ടൈമിലേക്ക് മാറ്റിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒമേഗ ഇങ്ങനെ ചേഞ്ച് ചെയ്തു ഈ എനർജിയുടെ ടൈമിലേക്ക്. ഇനി അതുപോലെ തന്നെ നമ്മൾ പീനെ മാറ്റാൻ പോവുകയാണ്, അല്ല കെനെ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഡി ബ്രോഗ്ലി എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, പി ഈക്വൽ ടു എച്ച് ബൈ ലാംഡ അല്ലേ. അപ്പോൾ അതിൽ 2π വെച്ച് ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എച്ച് ക്രോസ് കെ എന്ന്. അപ്പോൾ അതിന് നമ്മൾ കെയും കണ്ടുപിടിച്ചു, പി ബൈ എച്ച് ക്രോസ്. ഓക്കെ, ഇതൊരു ക്ലിയർ അല്ലേ. ഇനി ഇത് കൊണ്ടായിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു, ഇ റേസ് ടു ഐ ഇൻറ്റു കെ എസ് മൈനസ് ഒമേഗ ടിയിൽ. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടിയില്ലേ, ഈ പി ബൈ എച്ച് ക്രോസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, ഇ ബൈ എച്ച് ക്രോസ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഇത് നമുക്ക് എന്ത് കോമൺ എടുക്കാം, 1 ബൈ എച്ച് ക്രോസിന് കോമൺ എടുത്തൂടെ. അപ്പോൾ ഐ ബൈ എച്ച് ക്രോസിൻ്റെ പി എസ് മൈനസ് ഇ ടിന്ന് ടോപ്പിൽ വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വരെ എല്ലാവർക്കും എഴുതാൻ ഓക്കെ അല്ലേ. ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ടൈം വെച്ചിട്ട് ഒരു വട്ടവും അതുപോലെ പൊസിഷൻ എക്സ് വെച്ചിട്ട് 2 വട്ടവും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, കണ്ടുപിടിച്ച് വയ്ക്കുക. ഈ 2 ടേം കണ്ടുപിടിച്ച് വയ്ക്കുക. നമുക്ക് ആദ്യം പൊസിഷനെ വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ എച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, ഈ എച്ചിൻ്റെ കോഎഫിഷ്യൻസ് ഒന്നും കൂടെ താഴേക്ക് ഇറങ്ങി വരും, അത്രേ ഉള്ളൂ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഐ പി ബൈ എച്ച് ക്രോസ് താഴേക്ക് ഇറങ്ങി വന്നു. സെക്കൻഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും വരും, അപ്പോൾ ഐ സ്ക്വയർ പി സ്ക്വയർ ബൈ എച്ച് ക്രോസ്. ഐ നമുക്കറിയാം കോംപ്ലക്സ് നമ്പറിൽ നമുക്ക് പരിചയമായ ടൈമാണ് അയോട്ട. ഐ സ്ക്വയർ വരുമ്പോൾ എന്താ, ഐ എന്ന് പറഞ്ഞാൽ √-1, അപ്പോൾ ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ -1, അപ്പോൾ മൈനസ് വന്നു. അതാണ് ഈ ഇത് നമ്മൾ പി സ്ക്വയർ ഒമേഗാനെ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എച്ച് ക്രോസും മൈനസ് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇത് നമ്മൾ പി സ്ക്വയർ ഒമേഗ കണ്ടുപിടിച്ച് വെച്ചു. ഇതുവരെ എല്ലാവർക്കും ഓക്കെ അല്ലേ, പക്കയല്ലേ, ക്ലിയർ അല്ലേ. ഇനി അടുത്തത്, ഇനി നമുക്ക് ഇതേപോലെ തന്നെ ടൈം വെച്ച് ഈ ഫൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അത് നോക്കാം ഒരു വട്ടം. ഫൈനെ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ ടോപ്പിലെ ടൈം താഴോട്ട് ഇറങ്ങി വരും, മൈനസ് ഇ റേസ് ടു ഐ ഇൻറ്റു ഈ ടൈം വരും. ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഇ റേസ് ടു 5 ആണ് നമുക്കറിയാലോ. അപ്പോൾ മൈനസ് ഐ ഇ ബൈ എച്ച് ക്രോസ് ഇൻറ്റു സൈന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന്ന് ഈ സൈ കണ്ടുപിടിക്കുന്നു, ബാക്കി ഇങ്ങോട്ട് പോകുന്നു. 1 ബൈ മൈനസ് ഐ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, 1 ബൈ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്, ടോപ്പിലോട്ട് പോകും. അപ്പോൾ 1 ബൈ മൈനസ് ഐ എന്ന് പറഞ്ഞാൽ എന്താ, ഐ അല്ലേ. അങ്ങനെയാണ് ഈ ഐ ഇവിടെ വന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ സൈ കണ്ടുപിടിച്ചു. ഇതുവരെ എല്ലാവർക്കും ഓക്കെ അല്ലേ. ഇനി ഇങ്ങനെ എഴുതാം, ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അണ്ടർ ദ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് വിത്ത് കൈനറ്റിക് എനർജി. അപ്പോൾ എന്താവും, കൈനറ്റിക് എനർജി ക്വസ്റ്റൻ നമുക്കറിയാം പി സ്ക്വയർ ബൈ 2m. അതുപോലെ പൊട്ടൻഷ്യൽ എനർജീനെ നമ്മൾ വി ഓഫ് എസ് ടി എന്ന് നോട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എനർജി ഇ ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m പ്ലസ് വി ഓഫ് എസ് ടി എന്ന് എഴുതി. ഇനി ഇതിനെ 5 വെച്ചിട്ട്
മൾട്ടിപ്ലൈ ചെയ്യുക എൻ്റെ ഇക്വേഷനെ. അപ്പോൾ ഇ സൈ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ സൈ ബൈ 2m പ്ലസ് വി ഓഫ് എസ് ടി ഇൻറ്റു സൈ എന്ന് കിട്ടി. ഇനി നമ്മൾ പി സ്ക്വയർ സൈയും ഈ സൈയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ, ഓർമ്മയില്ലേ? അപ്പോൾ അതിനെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതാണ് 1 ഡയമെൻഷനിലെ ശ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3 ഡയമെൻഷൻ ആകുമ്പോൾ ഈ ഡോ ഫൈവ് ബൈ ഡോ ടി എന്നുള്ള ടൈം 3 ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നുള്ള ടൈം ഇത് 3 പ്ലെയിനിൽ വരുമ്പോൾ എന്ത് വരും? നമുക്ക് ഡെൽ അപ്ലൈ ചെയ്യാം. 3Dയിൽ വരുമ്പോൾ ഇങ്ങനെയാവും അല്ലേ, 3 പ്ലെയിനും അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഡെല്ല് അപ്ലൈ ചെയ്ത് പറയാം. ഡെൽ സ്ക്വയർ, ഡെൽ ഓപ്പറേഷൻ ചെയ്യുന്നു, ഡെൽ സ്ക്വയർ യൂസ് ചെയ്യുന്നു. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാവും. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ ഈ സൈഡിലേക്ക് ആക്കിയിട്ട് സൈ എഴുതണം. എന്നിട്ട് ഇതിനെ കോമൺ എടുക്കുകയാണ്. ഇവിടെ എന്താണ് കോമൺ ഉള്ളത്? സൈ കോമൺ അല്ലേ രണ്ടിലും. ഇതൊരിക്കലും ഈ സൈഡിലേക്ക് കോമൺ എടുക്കരുത്, ഈ സൈഡിലേക്ക് തന്നെ കോമൺ എടുക്കണം. കാരണം നമ്മൾ ഡെല്ലാണ്, ഒരു ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ സൈഡിലാണ് സൈ ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുറത്തേക്ക് നമ്മൾ കോമൺ എടുത്തു. ഈസിക്കലി ഇതിന് നമുക്കറിയാം ഈ ഇതെന്ന് പറയുന്നത് ഈ സൈ ആണെന്ന് നമുക്കറിയാം അല്ലേ. അതുപോലെ നമുക്ക് വെച്ചാൽ നമ്മൾ ഈ കോമൺ എടുത്തുള്ള ഈ ടേമിനുണ്ടല്ലോ, നമുക്ക് എച്ച് എന്ന് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആയിട്ടുള്ള എച്ച് എന്ന് നോട്ടേറ്റ് ചെയ്യാം. ഈ എൻ്റയർ ടേമിനെ എച്ച് എന്ന് നോട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? എച്ച് സൈ ഈസിക്കലി ഈ സൈ എന്നായില്ലേ. ഇത്രയാണുള്ളൂ ശ്രോഡിംഗർ ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് ടൈം ഇൻഡിപെൻഡൻറ്റും കൂടെ നോക്കാം. സിമ്പിളല്ലേ? അതിനുമുന്നേ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ പറയാം. അഡ്മിസിബിലിറ്റി കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷൻസ് ഓഫ് വേവ് ഫംഗ്ഷൻ, ഇതും കൂടെ ഞാൻ ഇതിലൂടെ പറയുന്നുണ്ട്. കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് നമുക്കൊന്ന് പഠിക്കാം. വേവ് ഫംഗ്ഷൻ ഷുഡ് ബി ഫൈനൈറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് വാനിഷ് അറ്റ് ഇൻഫിനിറ്റി. അതൊരു പോയിൻ്റാണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ അത് ഇൻഫിനിറ്റിയിൽ വാനിഷ് ആയിരിക്കണം, അപ്രത്യക്ഷമാണ്. വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. വേവ് ഫംഗ്ഷൻ ഒരു സിംഗിൾ വാല്യൂ ആണ് ഉണ്ടാകാൻ പാടുള്ളൂ. വേവ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഷുഡ് ബി കണ്ടിന്യൂസ് ആയിരിക്കണം. വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി സ്ക്വയർ ഇൻറ്റഗ്രബിളും ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷനിലേക്ക് പോകാം. അപ്പോൾ സൊല്യൂഷൻ ഓഫ് ദ ശ്രോഡിംഗർ ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷനും ടൈമും വരുന്നുണ്ടല്ലോ അതിൽ. പക്ഷേ നമ്മൾ ഇൻഡിപെൻഡൻ്റ് പഠിക്കുമ്പോൾ അതിൽ ടൈം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മളതിനെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ എഴുതാൻ പോവുകയാണ്. നമ്മൾ സൈ ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ആറിൻ്റെ എഫ് ഓഫ് ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ഇതിനെ. യു ഓഫ് ആർ എന്ന് പറഞ്ഞാൽ പൊസിഷനാണ്, എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആദ്യം ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? യു ഓഫ് ആർ ഇൻറ്റു എഫ് ഡാഷ് ടി, അതായത് ഡി എഫ് ബൈ ഡി ടി എന്ന് കിട്ടുന്നത്, ഡോ ഫൈവ് ബൈ ഡോ ടി. ഇനി അതുപോലെ തന്നെ ഈ ടേമിനെ ഡെൽ ഓപ്പറേറ്റ് ചെയ്യാണ്. പൊസിഷന് ഡെൽ എപ്പോഴും നമുക്ക് പൊസിഷനാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഡെൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡെൽ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഇൻറ്റു ഡെൽ സ്ക്വയർ യു എന്ന് വരും. ഈ ടേം കിട്ടിയില്ലേ? ഇവിടെ വരുന്ന സമയത്ത് വി ഓഫ് ആർ ടി എന്നുള്ള ടേം വി ഓഫ് ആർ ആയി മാറും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച ശ്രോഡിംഗർ ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ എഴുതുക. അപ്പോൾ അത് കാണാതെ പഠിച്ചോളി, നമുക്ക് ആവശ്യം വരും. ഐ എച്ച് ഇൻറ്റു ഡോ ഫൈവ് ബൈ ഡോ ടി. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ച ഈ ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഡെൽ സ്ക്വയർ സൈ ഈക്വൽ ടു എഫ് ഓഫ് ടി ഇൻറ്റു ഡെൽ സ്ക്വയർ യു, അതുപോലെ തന്നെ സൈ ഓഫ് ആർ ടി നമുക്ക് യു ഓഫ് ആറിൻ്റെ എഫ് ഓഫ് ടി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡോ ഫൈവ് ബൈ ഡോ ടി യു ഓഫ് ആർ ഇൻറ്റു ഡി എഫ് ബൈ ഡി ടി എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ അതും ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇതിൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെയും പ്ലേസിലേക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. എന്നിട്ട് ഈ ഇക്വേഷനെ നമ്മൾ യു ഓഫ് ആർ ഇൻറ്റു എഫ് ഓഫ് ടി അല്ലെങ്കിൽ യു ഇൻറ്റു എഫ് എന്ന് എഴുതിയാലും മതി. അത് വെച്ചിട്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ചില ടൈംസ് ക്യാൻസലായി പോകും. അങ്ങനെ ഫൈനലി നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിലെന്താ? ഈ സൈഡിൽ പൊസിഷനും ഈ സൈഡിൽ ടൈമും മാത്രമായിട്ടുള്ള ഇക്വേഷൻസ് അല്ലേ, ഇൻ്റർമിക്സ് ചെയ്തിട്ടുള്ളൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഫോമിൽ എത്തി നമുക്ക്. അപ്പോൾ എൽ എച്ച് എസ് എന്ന് പറയുന്നത് സ്പേസ് കോർഡിനേറ്റിൻ്റെയും ആർ എച്ച് എസ് എന്ന് പറയുന്നത് ടൈം കോർഡിനേറ്റ്സിൻ്റെയും ഫംഗ്ഷനായിട്ട് നമുക്ക് കിട്ടി. ഇത് രണ്ടെന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സെപ്പറേഷൻ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിന് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഈ സൈഡിനെ നമുക്ക് ഇ എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിനെ നമ്മൾ ഇ എന്ന് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറി. എന്നിട്ട് പൊസിഷൻ്റെ പൊട്ടൻഷ്യൽ
വി ഓഫ് ആറിനെ അപ്പുറത്തോട്ട് പൊട്ടൻഷ്യൽ തന്നെയാണ്. ഇ മൈനസ് വി ഓഫ് ആറിനെ അപ്പുറത്തേക്ക് കിട്ടും. അത് നമ്മൾ ഡെൽ സ്ക്വയർ യു കണ്ടുപിടിച്ചു. എന്നിട്ട് ഇക്വേഷൻ്റെ ഇപ്പുറത്തോട്ട് കൊടുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? ഡെൽ സ്ക്വയർ യു പ്ലസ് 2m/h² ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു യു ഈസ് ഈക്വൽ ടു 0 എന്നായില്ലേ? ഓക്കെ അല്ലേ? ഒന്നുമില്ല, റീഅറേഞ്ച് ചെയ്തിട്ട് ഡെൽ സ്ക്വയർ യു കണ്ടുപിടിച്ച് വെച്ചു. എന്നിട്ട് അതിനെ ഈക്വൽ ടു 0 ഫോമിലേക്ക് മാറ്റി എഴുതി. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഇതൊരു എനർജി എന്നുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് 1 ഡയമെൻഷനിലെ ശ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ യുവിനെ മാറ്റിയിട്ട് നമ്മുടെ സൈന് തിരിച്ചിടാൻ പറ്റും. യുവിനെ മാറ്റിയിട്ട് സൈഡിലേക്ക് ഇടാൻ പോവാണ്. നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ശ്രോഡിംഗർ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളും ഈസി അല്ലേ? സിമ്പിൾ അല്ലേ? ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതല്ലേ? അപ്പോൾ എന്തായാലും പഠിച്ച് വയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.